ഈ ഇലക്ഷൻ സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? എല്ലാവരും ഭക്തരാവും, എല്ലാവരും അമ്പലത്തിൽ പോവും, പൊങ്കാലയിടും, എല്ലാവരും കുറിയിടും. പിന്നെ ജാതിയും മതവും നോക്കാതെ ക്രിസ്ത്യാനികളാണെങ്കിൽ ഹിന്ദു ക്ഷേത്രത്തിൽ കയറും, ഹിന്ദുക്കളാണെങ്കിൽ ക്രിസ്ത്യാനികൾ ക്ഷേത്രത്തിലും. മുസ്ലിം പള്ളികളിൽ അത്ര എളുപ്പമല്ല, അങ്ങനെ കയറാനൊന്നും അത്ര എളുപ്പമല്ല. കാരണം അവിടെ വേറെ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട്. നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് മുസ്ലിം പള്ളിയിലുണ്ട്. വിചാരിക്കുന്നു ഇപ്പോൾ കടുവാപ്പള്ളി പോലുള്ള പല പള്ളികളിലും അല്ലെങ്കിൽ ഭീമാ പള്ളിയിലൊക്കെ പോകാമെന്നുള്ളതല്ലാതെ എല്ലാ പള്ളികളിലും അങ്ങനെ നോൺ മുസ്ലിം ആയിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം ഇതര സമുദായത്തിൽപ്പെട്ടവർക്ക് അങ്ങനെ എളുപ്പത്തിൽ ജാതിയിൽ മതത്തിൽപ്പെട്ടവർ കയറാൻ പറ്റില്ല. പക്ഷേ ക്രിസ്ത്യൻ പള്ളികൾ ആർക്ക് വേണം കയറാം. അമ്പലങ്ങളിലും എല്ലാ അമ്പലങ്ങളിലും പറ്റത്തില്ല. ഇപ്പോൾ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ അഹിന്ദുക്കൾക്ക് കയറാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പല അമ്പലങ്ങളും അഹിന്ദുക്കളെ കയറ്റത്തില്ല. പിന്നെ അല്ല, പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ കയറ്റും. ഇപ്പോൾ യേശുദാസിനെ പോലുള്ള ആൾ പോയതുകൊണ്ടാണ് കയറ്റത്. യേശുദാസ് ഒരു ആരും അറിയപ്പെടാത്ത ഒരു നാട്ടുമ്പുറത്തെ പാട്ടുകാരനായിരുന്നെങ്കിൽ അവിടെ പോയി കയറിയാൽ ഇപ്പം ജാതി മതം നോക്കും. അതങ്ങനെ നോക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ കാസ്റ്റ് കാർഡ് വാങ്ങിച്ച് വെച്ച് നോക്കാൻ പറ്റത്തില്ലല്ലോ ഒരു അമ്പലത്തിൽ. അപ്പോൾ പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണെങ്കിൽ വരാൻ സമ്മതിക്കത്തില്ല. അത് മറ്റ് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ, ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ, ഹിന്ദു മതത്തിൽ പറ്റത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും നമ്മുടെ കടകംപള്ളി ചേട്ടൻ കഴിഞ്ഞ ദിവസം 2 നല്ല കളി കളിച്ചിട്ടുണ്ട്. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി നേരത്തെ ഇലക്ഷൻ മുമ്പേ കണ്ട് ചെന്ന് അവിടെ പൂജ കണ്ട് അവിടെ നിന്ന് ഫ്രണ്ടിലെങ്ങാണ്ട് നിന്നപ്പം പോറ്റി തീർത്ഥം കൊടുത്തു. ആ തീർത്ഥം തറയിൽ ഒഴിച്ചു കഴിഞ്ഞ് പോറ്റി അതിനെ ചോദ്യം ചെയ്തു. ആ പോറ്റിയെ ചോദ്യം ചെയ്തതിൻ്റെ കാരണത്താൽ മറ്റ് അമ്പല ഭാരവാഹികളെല്ലാം കൂടെ പോറ്റിയെ വരട്ടി ആ മാനസിക സംഘർഷത്തിൽ പോറ്റി കയറി ആത്മഹത്യ ചെയ്തു. അവസാനം ആത്മഹത്യ ആരുടെ മണ്ടയിൽ വന്നു? കടകംപള്ളിയുടെ മണ്ടയിൽ കൂടെ കയറി വന്നു. ഉടൻ തന്നെ കടകംപള്ളി പറഞ്ഞു, അങ്ങനെ പറ്റത്തില്ല, അങ്ങനെ ദൈവം എന്നെ വിടത്തില്ല, കമ്മ്യൂണിസ്റ്റുകാരും ദൈവം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാണ്. കാറൽ മാർക്സും അപ്പൂപ്പ അവിടെ ഉണ്ട്, അപ്പൂപ്പൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞ് മാർസിൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു. മാർസ് അപ്പം തന്നെ അവിടെ ഭദ്രകാളിയായിട്ട് സംസാരിച്ചു. ഉടൻ തന്നെ ചെന്ന് പ്രായശ്ചിത്തം ചെയ്തേക്കാൻ പറഞ്ഞു. ഉടനെ അതേ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെന്ന് തീർത്ഥം വാങ്ങുന്നു, കുടിക്കുന്നു, തീർത്ഥം വീണ്ടും വാങ്ങി എല്ലാവർക്കും കൊടുക്കുന്നു. ഒരു തീർത്ഥാടനം തന്നെ നടത്തി കളഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ. അത് കഴിഞ്ഞ് ഒരു പത്രസമ്മേളനം നടത്തി. പെറ്റ തള്ള സഹിക്കാത്തൊരു സമ്മേളനം നടത്തി, പത്രസമ്മേളനം. ഭദ്രകാളി നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നുമില്ല, ശബരിമല അയ്യപ്പനെ പോലെ ഒന്നുമില്ല. അയ്യപ്പൻ പലരെയും രക്ഷിക്കും, എന്നെ രക്ഷിച്ചില്ലേ, എന്നെ കുടുക്കിയില്ലല്ലോ. അതുപോലെയല്ല ഭദ്രകാളി ഭയങ്കര കട്ടിയുള്ള ദൈവമാണ്. ഭദ്രകാളി കൊടുക്കും. ഇന്നിപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നു? ദൈവം എല്ലാവർക്കും കൊടുക്കുമെന്ന്. അതിൻ്റെ അർത്ഥം തോറ്റു പോവോ? കടകംപള്ളിക്ക് കാലിടറുന്നുണ്ടോ? അതിൻ്റെ പ്രസ്താവനകളാണോ കിളിപ്പോയോ? ഇപ്പോൾ ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയി കുറിയൊക്കെ ഇട്ട് പരമഭക്തരായിരുന്നു കേൾക്കണം ബഹളം വയ്ക്കരുതാരും എന്നുള്ള പാട്ടൊക്കെ, പീടിരായപ്പൻ്റെ പാട്ടൊക്കെ കേൾക്കുമോ? ഒരു നിവർത്തിയുമില്ല. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ ഭക്തനായി. ഈ ഭക്തി കുറച്ചുകൂടെ നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ ശബരിമല അയ്യപ്പൻ്റെ സ്വത്തൊക്കെ അവിടെ കാണുമായിരുന്നു. എന്തിനാണ് ശബരിമല അയ്യപ്പൻ ഇത്രയും സ്വത്ത്, അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്രയും സ്വത്ത് എന്തിനെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇതെല്ലാം കൂടെ അടിച്ചു മാറ്റാനുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരുള്ള ആരോപണം. എന്തായാലും അയ്യപ്പന് പകരം ഭദ്രകാളി കൂടി ഇപ്പോൾ ഇറങ്ങി കളിച്ചിരിക്കുകയാണ്. ഒരു പോറ്റി ആത്മഹത്യ ചെയ്തു. പോറ്റിയുടെ കുടുംബക്കാർ കൊണ്ട് അവിടുത്തെ അമ്പല കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. ജഗപുക കടക്കൂട്ട മണ്ഡലത്തിൽ. അപ്പോഴാണ് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ, എന്നെ വിട്ടേക്കണേ, ഞാൻ ദൈവവിശ്വാസിയാണേ എന്ന് ഇങ്ങനെ നമ്മൾ ചില അമ്പലത്തിലൊക്കെ ചെന്ന് ഉരുളിൻ്റെ നേർച്ചയൊക്കെ എടുക്കും പോലെ ഉരുള് നേർച്ചയായിട്ട് ഇങ്ങനെ കടകംപള്ളി ചേട്ടൻ വന്നിട്ടുണ്ട്. ചന്ദന കുറിയൊക്കെ അടിച്ച് അങ്ങനെ തീർത്ഥമെല്ലാം വാങ്ങി കുടിച്ച് ഭസ്മമെല്ലാം ഇട്ട് തോളിലും കയ്യിലുമൊക്കെ ഇട്ട് വളരെ രാജകീയമായി പരമഭക്തനായിരുന്നു. ഇനി മാല ഇടുമോ എന്നറിയാൻ വയ്യ ശബരിമല പോകാൻ. എന്തായാലും വീട്ടുകാരെല്ലാം പൊങ്കാല നേർന്നിട്ടുണ്ട്. അവിടുത്തെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇനി പൊങ്കാല വരും, എല്ലാം വരുന്നു. ഇനി അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് എങ്ങാനും ആവുമോ കടകംപള്ളി? തോറ്റു പോവുകയാണെങ്കിൽ അമ്പല കമ്മിറ്റിയിൽ എങ്ങാനും കയറി പറ്റുമോ? ഒരു പിടുത്തമില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. കടകംപള്ളിയുടെ ദൈവപൂജ രസകരമായിട്ടുണ്ട്. ഇതിന് ഒരു ബാൽകഷ്ണം കൂടെ ഉണ്ട് കേട്ടോ. പണ്ട് തിരുവനന്തപുരത്ത് മഴ പെയ്യുമോ എന്ന് പേടിച്ച് കാട്ടായിക്കുളം ഈ ശ്രീധർ സമ്മേളന സമയത്ത് മഴ പെയ്യുമോ എന്ന് പേടിച്ച് പഴവങ്ങാടി ഗണപതിക്ക് 2 തേങ്ങ അടിക്കാൻ പറഞ്ഞ കഥയുണ്ട്. തേങ്ങ അടിക്കുകയും ചെയ്തു, മഴ പെയ്യുകയും ചെയ്തു. അത് വേറെ കഥ. അപ്പോൾ എന്തായാലും മഴ ശല്യം ചെയ്തില്ല. പക്ഷേ തേങ്ങ അടിച്ചുകൊണ്ടാണെന്ന് കാട്ടായിക്കുളമൊക്കെ പറഞ്ഞ് തേങ്ങ അടിച്ചത് കൊണ്ടുകൊണ്ടാ മഴ ശല്യം ചെയ്തില്ലല്ലോ, പെയ്തെങ്കിലും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികളാണ്, വളരെ വലിയ വിശ്വാസികളാണ് പലരും. ഇപ്പോൾ മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ പിണറായി വിജയൻ്റെ ഭാര്യയും കമല ടീച്ചറും മകളും വീണയൊക്കെ കൂടെ അവിടെ വലിയൊരു പ്രധാനപ്പെട്ട അമ്പലത്തിൽ പോയി വലിയ മൃത്യുഞ്ജയ ഹോമവും പിന്നെ ദീർഘായുസിനുള്ള പൂജകളും എല്ലാം നടത്തിയല്ലോ. ഇതൊക്കെ നടക്കും. കോടിയേരി ബാലകൃഷ്ണൻ്റെ വേണ്ടി പൂവിടൽ ചടങ്ങ് നടന്നു. പൂമൂടൽ ചടങ്ങ് നടന്നു. അവിടെ വലിയ പൂജകൾ നടന്നു. മന്ത്രവാദമുണ്ട്, എല്ലാം ഉണ്ട്. ജ്യോതിഷമുണ്ട്, കാണിപ്പയ്യൂരെ കാണലുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. പക്ഷേ പുറത്ത് നമ്മൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും വരട്ട് തത്വവാദവും പറയും. അകത്ത് നമ്മൾ ഈ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ ആൾ വളരെ സ്ട്രെയിറ്റ് ആണ്. അങ്ങനെ രഹസ്യമായിട്ടല്ല പുള്ളി ഇതൊക്കെ ചെയ്യുന്നത്. പരസ്യമായിട്ട് തന്നെ പുള്ളി പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഭദ്രകാളി കടുപ്പമുള്ള ദേവിയാണ്, അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ദേവി എന്ന് ഇന്നലെ പറഞ്ഞു. അമ്പലത്തിൽ പോയി തീർത്ഥം വാങ്ങി കുടിച്ചു. ഇന്നിപ്പോൾ പറഞ്ഞു ദൈവം എല്ലാത്തിനും വച്ചിട്ടുണ്ട്, സകലവനെയും പറ്റിക്കുമെന്ന്. അപ്പോൾ ഒരു സംശയമുണ്ട്,
ഈ ദൈവത്തിൽ അയ്യപ്പൻ വരുമോ, അയ്യപ്പൻ താങ്കളെ പറ്റിക്കുമോ, താങ്കൾ അയ്യപ്പൻ്റെ വിഗ്രഹം ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ നടത്തിയ ശ്രമങ്ങളിൽ താങ്കൾക്ക് വല്ല പങ്കുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മനോഹരമായ രീതിയിൽ പരമഭക്തനായി കടകംപള്ളി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഇലക്ഷനിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം.